Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Yes, good afternoon. എല്ലാരും വന്നാ? സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓരോ ടെൻസുകളെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ 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 പ്രസന്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ പറഞ്ഞു. റെഡിയാണ്? യെസ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, അതിന്റെ കൂടെ ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറും വെർബിന്റെ പ്രസന്റേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത്. ശരിയല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ഒരു പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്താണെന്ന് പാസീവ് വോയിസ് എന്താണെന്നുള്ള കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാസീവ് വോയിസ് എന്താ നമ്മൾ ഇതിന് പഠിച്ചിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനോട് വീണ്ടും വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈ മൂന്നിന്റെ ഏതെങ്കിലും ഒന്ന്, അതിനുശേഷം വെർബ്, അതിനുശേഷം ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ഒരു സെന്റൻസ് എഴുതി. ഓരോരുത്തർ പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ്, പിന്നെ ing. I am studying English. ഫസീല, ശരിയാണ്. She is a beautiful girl. അതിനകത്ത് നമുക്ക് ing വന്നിട്ടില്ല ബിനോയ്. ing കൂടി വരട്ടെ. I am writing a letter. You are teaching English, Steffi. I am reading newspaper, Joby. Joby Mall. I am working Technopark. Okay, correct. Renzi, I am singing. SING ഉണ്ട് കേട്ടോ. Geedu, I am watching TV. Okay. I am watching TV.
ഓക്കെ, കഴിഞ്ഞോ? അപ്പോ ഓക്കെ. ഇനി നോക്കാം. ഈസ് എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു എന്നുള്ള അർത്ഥമാണ്. ആകുന്നു. അപ്പൊ ഈസ് എന്നിവിടെയൊക്കെ വരും. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. സിംഗുലർ, ഏകവചനം. പിന്നെ ആർ ഇതിന്റെ കൂടെയൊക്കെ വരും. വി ആർ, യു ആർ, ദേ ആർ, പിന്നെ പ്ലൂരൽ. ഐയുടെ കൂടെ മാത്രമാണ് ആം വരുന്നത്. ഓക്കെ, ഇനി അത് ആ വാചകത്തിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ ഐ ആം സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുകയാകുന്നു. ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാകുന്നു. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നു. അതിന്റെ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ആകുന്നില്ല എന്ന് വരുമ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ആകുന്നില്ല എന്നുള്ള നെഗറ്റീവ് വരുമ്പോൾ എന്ത് വരും? പറയൂ. ഇതാരും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നില്ല എന്നാണെങ്കിൽ യെസ്, അതെങ്കിലും ആരുമില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാകുന്നില്ല. ഐ ആം നോട്ട് ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കാവുന്നതാണെങ്കിൽ ഐ ആം ടീച്ചിങ്. പഠിപ്പിക്കുകയാകുന്നില്ല. യെസ്, ഐ ആം നോട്ട് ടീച്ചിങ്. പക്ഷേ കുറച്ച് സമയം പിടിച്ചില്ല. ഫസ്റ്റിലേക്ക് ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടുപേരും എഴുതി. ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. നമുക്ക് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്നുള്ളതിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർന്ന് ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഓക്കെ. ശരി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഏത് വാചകത്തിന്റെ? സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പാസീവ് വോയിസ്. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കുക, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. സോറി, സിമ്പിൾ പ്രസന്റ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഹെഡിങ് കൊടുക്കുക. പാസീവ് വോയിസ്, PASSIVE, പാസീവ്, VOICE, വോയിസ് ഓഫ് പ്രസന്റ്, PRESENT, പ്രസന്റ് കണ്ടിന്യൂസ്. അതായത് പാസ്റ്റ് തന്നെ പറഞ്ഞു തോന്നുന്നു. പ്രസന്റ് കണ്ടിന്യൂസ്. പാസീവ് വോയിസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ്. പാസീവ് വോയിസ് ഞാൻ പറഞ്ഞാണ്. ഓക്കെ. ശരി. ഓക്കെ. റെഡി. ഓക്കെ, പാസീവ് വോയിസ് പറഞ്ഞാണല്ലേ. അതാ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് പറഞ്ഞേ. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നമ്മൾ എഴുതിയേക്കുന്നത് പറഞ്ഞേ. Objective plus is or are or are plus being
പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓബ്ജക്റ്റ് അല്ലേ? ഓബ്ജക്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? കഴിഞ്ഞിട്ട് ബീയിങ് വരുന്നില്ലേ? ഈസ് ആം ആർ പ്ലസ് ബി പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ഓക്കെ, ശരിയാണ്. അതല്ലേ എഴുതിയേക്കുന്നത്? ഓക്കെ 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 ഓക്കെ. ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഡൗട്ട് തോന്നാം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് പാസീവ് വോയിസ് അടുത്തിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത ഹെഡിങ് എഴുതുക, പാസ്റ്റ് കണ്ടിന്യൂസ്. PAST, പാസ്റ്റ് കണ്ടിന്യൂസ്. CONTINUOUS, പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. അപ്പൊ ഒരു വാചകം പാസ്റ്റ് കണ്ടിന്യൂസിലാണ് എങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആയ വാചകം എഴുതിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ്. അപ്പൊ യെസ് എഴുതുക, യെസ് പ്ലസ് വാസ്, WAS, വാസ് സ്ലാഷ് were, WRE, were. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ were പ്ലസ് വെർബ് ബി പ്ലസ് ING. അപ്പൊ സബ്ജക്റ്റും വാസ് അല്ലെങ്കിൽ വേറും പിന്നെ വെർബിന്റെ കൂടെ INGയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ ഓക്കെ, മറക്കാതിരിക്കുക. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING ഈസ് ഈക്വൽ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. പറയാം. ആദ്യം സബ്ജക്റ്റ് യെസ്, അത് കഴിഞ്ഞതിന് ശേഷം വാസ്, WAS, വാസ്, ഒരു സ്ലാഷ് ഇടുക, ഒരു വര വരക്കുക. were, 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 were. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ വി പ്ലസ് പ്ലസ് ING പ്ലസ് ING. അപ്പൊ ഇതിൽ പറയാം സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റും വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ് വെർബും കഴിഞ്ഞ് ING ചേർത്താൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഏത് സബ്ജക്റ്റിന്റെ കൂടെയൊക്കെയാണ് വാസ് ചേർക്കേണ്ടത്, ഏത് സബ്ജക്റ്റിന്റെ കൂടെയൊക്കെയാണ് വേറെ ചേർക്കേണ്ടത് നമുക്ക് പറയാം. ഐയുടെ കൂടെ വാസ് വരെ, ഐ വാസ്. ഐ സബ്ജക്റ്റ് ആകുമ്പോൾ വാസ്. അപ്പൊ വാസ് എന്ന് എഴുതിയിട്ടൊരു ആരോ മാർക്ക് ഇടാം. ഇടായിട്ട് നേരിട്ടത് ഐ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ വാസാണ് ഉപയോഗിക്കുക. ഹി എഴുതുക, കോമ്പിനന്റ് HE, ഹി സബ്ജക്റ്റ് ആകുമ്പോൾ ഹി വാസ് എന്നാണ് പറയുക. അടുത്തത് കോമ്പിനന്റ് ഷീ എന്നത് SHE, ഷീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്ന് പറയുമ്പോഴും വാസാണ് പറയുക. IT, ഇറ്റ്, ഇത് എന്ന് പറയുമ്പോഴും വാസം തന്നെയാണ് പറയുക. പിന്നെ പ്ലൂറൽ, സിംഗുലർ, SINGULAR, ഒരാൾ മാത്രമേ ഉള്ളൂ സിംഗുലർ, ഏകവചനമാണെങ്കിലും വാസ് എന്ന് പറയാം. അപ്പൊ ഞാൻ അത് ഒന്നുകൂടി പറയാം. വാസ്, ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. സിംഗുലർ, SINGULAR, സിംഗുലർ, ഒരാളുള്ളെങ്കിൽ വാസ് വരും. ഇതിൽ പെടാത്ത എല്ലാവരും വേറെയാണ് വരാം. എന്നാലും അടിയിൽ നിന്നൊന്ന് എഴുതിക്കോ, WERE, were, were. were എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇടാം. were എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇടാം. ആരോ മാർക്ക് ഇട്ടിട്ട് ഏതെല്ലാമാണ് അതിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റ് നമുക്ക് നോക്കാം. THEY, they, അവർ, THEY, they. WE, we, ഞങ്ങൾ. അപ്പൊ വി വേർ എന്ന് പറയുള്ളൂ, വി വേർ, YOU, you,
യു വേർ എന്നാ പറയുള്ളൂ. യു വേർ കോമ ഇൻ പ്ലൂറൽ PLURAL പ്ലൂറൽ. ഓക്കെ, അപ്പൊ ഒരു പറയാം. വേറെ ഇതിന്റെ കൂടെയൊക്കെ വരും. സബ്ജക്റ്റ് സിംഗിൾ പ്ലൂറൽ ആണെങ്കിൽ വേറെ വരും, യു ആണെങ്കിൽ വേറെ വരും, ദേ ആണെങ്കിൽ വേറെ വരും, വി ആണെങ്കിലും വേറെ വരും. ഓക്കെ, അപ്പോ വാസ് വെർബായിട്ട് വരുന്ന ഒരു ഓരോ വാചകം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്ജക്റ്റ് വേണം, അതിന്റെ വാസ് വേണം, പിന്നെ വെർബ് വേണം, ഐൻജി വേണം. She was cooking, Steffi. She was washing, Fasila. He was reading, Mecca. She was very beautiful. അവരുടെ ചെറിയ മിസ്റ്റേക്ക് ഐജി വന്നിട്ടില്ല ഗീതു. I am going to school. What's up? He was walking. Femi, ശരിയാണ്. യെസ്, അടുത്താണ്. She was dancing. ഇത് ശരിയാണ്. Yes, she was crying. Fatima. Subject was, verb ing. Simple അല്ലേ? I was reading. Sahira. Yes. Okay. ഇനി where, okay. ഇനി where വരുന്ന ഒരു കാര്യം പറയാം. where, WERE, where. where വെച്ചിട്ടുള്ള ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. They were singing, Steffi. Okay. We were dancing, Fasila. We were dancing, Fasila. We were swimming. They were going to library. Okay. Okay, they were playing. They were playing. We were going to shopping. Okay. We were going to shopping, Gidu. They were going to church, Femi. They were eating, Rinsi. They were going to sleep, Fati. We were cooking, Jesmod. Okay. ഇനി ഇതിന്റെ രണ്ടിന്റെയും അപ്പോ ഐ വാസ് റീഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. ഐ വാസ് കുക്കിംഗ്, ഐ വാസ് കുക്കിംഗ് ഫുഡ്,
ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഇനി അതിന്റെ നെഗറ്റീവ്, അതായത് ഞാൻ വായിക്കുകയായിരുന്നില്ല. അപ്പൊ ഐ വാസ് നോട്ട് റീഡിങ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നില്ല. ഐ വാസ് നോട്ട് കുക്കിംഗ് ഫുഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നില്ല. ഐ വാസ് നോട്ട് തിങ്കിങ്. ഒന്ന് രണ്ട് നെഗറ്റീവ് വാചകങ്ങളിൽ നെഗറ്റീവ് വാചകങ്ങൾ നോട്ടുകൾ ചേർത്താൽ മതി. ഷീ വാസ് നോട്ട് ഡാൻസിങ് ജോബി. വി വെയർ കുക്കിംഗ് ജസ്ന. മേഘ, ഹി വാസ് നോട്ട് ഡാൻസിങ്. വർഷ, ഐ വാസ് നോട്ട് ട്രാവലിംഗ്. സൂര്യ, ഐ വാസ് നോട്ട് പ്ലേയിങ്. സ്റ്റെഫി, യു വർ നോട്ട് ഗോയിങ് ടു സ്ലീപ്പ്. വസീല, ഐ വാസ് നോട്ട് ഡ്രിങ്കിങ്. യെസ്. Fati, I was not eating. Femi, they were not going to church. Okay. They were not going to church. She wasn't jumping, just small. ഓക്കെ. ശരിയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു പരിഗണനക്കായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് വാസാണ്, ഐ സബ്ജക്റ്റ് ആകുമ്പോൾ വാസാണ് വരുന്നത്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വരും. അങ്ങനെയുള്ള വല്ല വാചകങ്ങൾക്ക് പറയാൻ പറ്റും. ഐയുടെ കൂടെ വാസ്, ഐ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ വാസ് റീഡിങ്, ഐ വാസ് ലുക്കിംഗ്, ഐ വാസ് ആണ് വരുന്നത്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐയുടെ കൂടെ വേറെ വരും. അത് എവിടെയാണെന്ന് പറയാമോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള വാചകങ്ങൾ പറയാമോ? യെസ്, പറയാമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എഴുതിക്കോ. ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന എന്തെങ്കിലും വാചകം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇഫ് ഐ വർ, ബാക്കി കൂടി പറയണം. പകുതിയായിട്ടുള്ളൂ. കണ്ടീഷണൽ ക്ലോസ് ആയി. അതിന്റെ കൂടെ ഒരു മെയിൻ ക്ലോസ് കൂടി വന്നു കഴിഞ്ഞാൽ എണ്ണം പൂർത്തിയാവുള്ളൂ. ശരിയാണത്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് പറയാം? യെസ്, വേറെ ആർക്കെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനത് പറയേണ്ടത്. ഓക്കെ, അത് ഇത്ര മാത്രം മനസ്സിലാക്കിയതാൽ മതി. അൺറിയൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇംഗ്ലീഷിലുണ്ട്. അൺറിയൽ കണ്ടീഷൻ എന്താണെന്ന് പറയാം. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ അല്ലെങ്കിൽ സത്യമായേക്കാവുന്ന. അൺറിയൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, അൺറിയൽ, ഒരിക്കലും റിയൽ അല്ലാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഐ കഴിഞ്ഞിട്ട് വാസിന് പകരം വേറെ ചേർക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പക്ഷിയാവാൻ പറ്റും? ഇല്ല, ഒരിക്കലും പറ്റില്ല. അൺറിയലാണ്, ഒരിക്കലും നടക്കാത്ത സംഗതിയാണ്. അത് പറയുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമാണ് പറയുന്നതെങ്കിൽ ഐ കഴിഞ്ഞതിന് ശേഷം വാസൽ ഉപയോഗിക്കേണ്ടത് വേറെയാണ്. അപ്പൊ നമുക്കെന്ത് പറയാം? ഇഫ് ഐ വർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഐ വാസ് അല്ല, ഐ വർ എ ബേർഡ്. ഇനി അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഐ കഴിഞ്ഞിട്ട് വേറെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഐ വർ എ ബേർഡ്. അപ്പൊ നമുക്ക് വേറെ കാര്യം പറയാം. ഇഫ് ഐ വർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതി പറയാം. അതായിരുന്നെങ്കിൽ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞു ഐ കഴിഞ്ഞിട്ട് വേറെ ഒരു വാചകം നിങ്ങൾ ഒരിക്കലും ആവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറയാം.
നിങ്ങൾ ഒരിക്കൽ ഇഫ് ഐ വെർ ഏഞ്ചൽ, വെരി ഗുഡ് വർഷ, ഞാനൊരു മാലാഖയായിരുന്നെങ്കിൽ. ഇഫ് ഐ വെർ ആൻ ആക്ട്രസ്, ഞാനൊരു ആക്ട്രസ് ആയിരുന്നെങ്കിൽ. അതിന് സാധ്യതയുണ്ട് കേട്ടോ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അപ്പൊ അത് വാസിന് മതി, കാരണം അത് ആവാം, സാധ്യതയില്ലേ. ഇഫ് ഐ വെർ എ ബട്ടർഫ്ലൈ, മേക്ക, വെരി ഗുഡ്. ഇഫ് ഐ വെർ എ ബട്ടർഫ്ലൈ, ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത്. നമുക്ക് പറയല്ലേ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ആ സമയത്ത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. അതെപ്പോഴെങ്കിലും നടക്കും. നീയും ജനിച്ചു, ഞാനും ജനിച്ചു. എനിക്കൊരിക്കലും നിന്റെ സ്ഥാനത്തും വരാൻ പറ്റില്ല, നിനക്കൊരിക്കലും എന്റെ സ്ഥാനത്തും വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഓക്കെ. ഇഫ് ഐ വേർ എ ബേബി, ഫാത്തി. ഓക്കെ 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 ഓക്കെ. ഇഫ് ഐ വേർ എ ബേബി, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ. അത് ഒരിക്കലും നടക്കാത്ത കേസാണ്. യെസ്. ഇഫ് ഐ വേർ മെർമെയ്ഡ്, അടുത്തത്. ഇഫ് ഐ വേർ എ പാരറ്റ്, ജോബി മോൾ. ഓക്കെ, ഞാനൊരു തത്തയായിരുന്നെങ്കിൽ. യെസ്. ഇഫ് ഐ വേർ എ ഫ്ലൈ, ഓക്കെ ഓക്കെ, ഞാനൊരു ഫ്ലൈ ആയിരുന്നെങ്കിൽ. ഓക്കെ 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 ഓക്കെ. ഇഫ് ഐ വേർ എ ബോയ്, വെരി ഗുഡ്. ഇഫ് ഐ വേർ എ ബോയ്, ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ എ ഫ്ലൈ, ലീഡർ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഐ കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും വേറെ വരുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഐ കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ വരുന്നത് അൺറിയൽ കണ്ടീഷനിലാണ്, ഒരിക്കലും നടക്കാൻ സാധ്യമില്ലാത്തത്. ഇനി സന്ദർഭോചിതമായിട്ട് കുസൃതിക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഐ കഴിഞ്ഞാല് ആമേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന ഏതെങ്കിലും വാചകം നിങ്ങൾക്ക് പറയാമോ? ഐ കഴിഞ്ഞാല് ആം എന്നേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന ഒരു സെന്റൻസ് നിങ്ങൾക്ക് പറയാമോ? യെസ്. ആലോചിക്ക്. ഐ ആം എന്ന് നമ്മൾ പറയാറുണ്ട്. ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ, ഐ ആം ടീച്ചിങ്, ഐ ആം ഈറ്റിംഗ്, ഐ ആം ഡ്രിങ്കിങ്. ഐ ഈസ് എന്ന് പറയാറില്ല. ഐ കഴിഞ്ഞിട്ട് ഈസ് വല്ല വാചകം പറയാമോ? എനിബഡി? ഞാൻ വേണമെങ്കിൽ ക്ലൂ ഇട്ടുതരാം. ഇത് ആൽഫബറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൽഫബറ്റ്. യെസ്. ഐ ഈ സിംഗുലർ. ഓ, ആ എന്ന് പറയുന്നത് ഞാനല്ലേ? ഐ ആം സിംഗുലർ എന്ന് പറഞ്ഞാൽ പോലെ. നിങ്ങൾ ആ വഴിക്കൊന്ന് ആലോചിച്ച്, ആൽഫബറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ആലോചിക്കും. ഇംഗ്ലീഷ് അക്ഷരമാല. ഐ ഈസ് ആൻ ആൽഫബറ്റ്. ഓക്കെ. അപ്പൊ ആ ഐ എന്നുള്ളത് നമുക്ക് അവിടെ ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കണം കേട്ടോ. വെരി ഗുഡ്. ഇനി നമുക്ക് വേറെ രീതിയിൽ പറയാം. ഐ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്രാമത്തെ അക്ഷരമാണ്? 9ാമത്തെ അക്ഷരമാണ്. അപ്പൊ ഒന്ന് പറഞ്ഞ്, ഐ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ഈസ് ദി 9th letter in English alphabet. I is the 9th letter in English alphabet. അല്ല, നമുക്ക് വേറെ ഒന്നും പറയാം.
എച്ച് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വരുന്ന അടുത്ത അക്ഷരമാണ് ഐ. ഐ ഇസ് ദ നെക്സ്റ്റ് ഐ ഇസ് ദ ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്. ഓക്കെ, അതുപോലെ ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്ദർഭോചിതമായിട്ട് ഐ കഴിഞ്ഞിട്ട് ഈസ് വാചകം പറയാമെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അപ്പൊ നമുക്കിവിടെ വീണ്ടും വിഷയത്തിലോട്ട് വരാം. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. ശരിയാണ്, ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഓക്കെ, ഐയുടെ കൂടെ വരുന്ന സഹായക്രിയ ഹെൽപ്പിംഗ് വെർബ് എപ്പോഴും ആം ആണെന്ന് നമ്മൾ പറഞ്ഞത്. ആം, ഐ എന്നുള്ളത് ഞാൻ എന്നല്ല അർത്ഥത്തിൽ, അതായത് ഇംഗ്ലീഷ് അക്ഷരമാല ഒരു അക്ഷരം എന്നുള്ള രീതിയിൽ എടുത്തപ്പോഴാണ് നമ്മൾ ഐ ഈസ് നയൻത് ലെറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് വിട്ടേര്, അതൊരു തമാശക്ക് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ അടുത്ത് പറയാം. സിമ്പിൾ പാസ്റ്റിലൂടെ നമുക്ക് വീണ്ടും വരെ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് കണ്ടിന്യൂസിലൂടെ നമ്മൾ പഠിക്കും വരെ സബ്ജക്റ്റ് പാസ്റ്റ് അല്ലെങ്കിലും വേറെ വെർബ് പ്ലസ് ഐ ജി അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പൊ അതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ്, അതിന്റെ പാസീവ് വോയിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്കറിയാം, സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റൻസ്. അപ്പൊ അതാണ് ഭാവിയിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റൻസ്, അത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ പറയാം, ഐ വിൽ ഗോ ടു മദ്രാസ് ടുമാറോ, നാളെ ഞാൻ മദ്രാസിലേക്ക് പോകും. ഐ വിൽ റീഡ് ദ ന്യൂസ് പേപ്പർ, ഞാൻ പത്രം വായിക്കും. ഓക്കെ ഓക്കെ. ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കും. ഓക്കെ 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 ശരിയാണ് ശരിയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും നേരിട്ട് പറയാ, എഴുതാന്ന് പറയല്ല, നേരിട്ട് പറയാം. അതായത് നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ കൂടെ നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. ടുമാറോ, ടുമാറോ എന്ന് പറഞ്ഞില്ലെങ്കിലും നാളെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ടുമാറോ, ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ 6 മണിക്കാണ് എഴുന്നേക്കുക. അപ്പൊ ഞാൻ ഇത് തീരുമാനിക്കുന്നു, നാളെ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും. ടുമാറോ ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഞാൻ എന്ത് ചെയ്യും? 5 മണിക്ക് നാളെ എഴുന്നേൽക്കും. ഐ വിൽ ക്ലീൻ മൈ ടീത്ത്, ഞാൻ പല്ലുകളൊക്കെ വൃത്തിയാക്കും. അറ്റ് 5:30, 5:30. Then I will take my bath. അത് കഴിഞ്ഞ ശേഷം ടുമാറോ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞു. പിന്നെ ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട് ഹു ഈസ് എ പേഷ്യന്റ്, രോഗിയായ എൻ്റെ സുഹൃത്തിനെ ഞാൻ കാണും. ഐ ഷാൽ വിസിറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ആർക്കാണ് ധൈര്യം? നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് പറയുന്നു. ഐ വിൽ കംപ്ലീറ്റ് മൈ നോട്ട്സ്. ഓക്കെ, ബിനോയ്, ആർ യു റെഡി? നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സബ്ജക്റ്റ് ഷാല് വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ചാണ് പറയുന്നത്. ഐ ഷാൽ എന്ന് പറഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ച് പറയുന്നത്. ഹു ഈസ് റെഡി? യെസ്, പറയൂ. എന്താണ് ധൈര്യം കാണിക്കാത്തത്? യെസ്, എനിബഡി? നാളെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു, സബ്ജക്റ്റ് പറയുന്നു, ഷാല് പറയുന്നു, വെർബിന്റെ പ്രസന്റൻസ് പറയുന്നു. ഓക്കെ സാർ. ആരാണ്? അനൂപ്. അനൂപ്. വെരി ഗുഡ് അനൂപ്. അനൂപ്, കൺഗ്രാറ്റുലേഷൻ. അനൂപിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്ത്.
അനൂപ് ആദ്യമായിട്ട് പറയാൻ മനസ്സ് കാണിച്ചില്ലേ? യെസ്, അനൂപേ വരുന്നു. സപ്പോർട്ട് പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അനൂപ് എന്താ പറയുക, നാളെ ചെയ്യാൻ പോണ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ജീവിതത്തിൽ ചെയ്യാൻ പോണ കാര്യങ്ങളാണ് പറയുന്നത്? നാളത്തെ ടുമാറോ. ടുമാറോ. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. Tomorrow I shall I going to temple in early morning. Okay, I shall go to temple early morning. Okay. Then I shall for working my house. I will do the work in my house. വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ, എല്ലാത്തിന്റെ മുന്നിൽ ടുമാറോ എന്ന് ഞാൻ വിചാരിച്ചോളട്ടോ. ഓക്കെ 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 Okay, okay. Then okay. shall I? അല്ല, shall വേണ്ട, I shall going to my grandma house. I shall go to my grandma's house. Okay, ഞാൻ എന്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലും. ഓക്കെ, കറക്റ്റ് ആണ്, ശരി, തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ്. I shall go to. Shall I? I shall പറയാം. I shall. Okay. ശാല എന്ന് പറയുമ്പോഴേ അത് ചോദിക്കും, ശാലയിട്ട് ഞാൻ എടുത്തോണ്ടേ വേണ്ട, ഞാൻ ശാലയ്ക്ക് ഞാൻ പോയിക്കോട്ടെ. അപ്പൊ അതൊരു അനുവാദം ചോദിക്കില്ലേ? ഐഷാൽ. നമ്മൾ ഈ വോളിബോളൊക്കെ കളിക്കുമ്പോഴേ ബോൾ ഇങ്ങനെ വരുമ്പോ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുകയാണെങ്കിൽ ഒരാൾ ഐഷാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ഇടിയിട്ടിട്ട് ചിലപ്പോൾ ആർക്ക് കിട്ടുക. അപ്പൊ ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ്, പക്ഷെ ഐഷാൽ ഐഷാൽ പറയുള്ളൂ. ഓക്കെ, ഐഷാൽ. ഓക്കെ, പറഞ്ഞു എനിക്ക് കറക്റ്റ് ആണ്, പറഞ്ഞു. I shall play for games in mobile. I shall play games in mobile. Okay, okay. I shall going to shopping. I shall going പറയണ്ട, ഷാൽ കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. I shall going എന്ന് പറയുമ്പോൾ അതിന് ഐഎൻജി കളയാം. I shall go for shopping. I shall go shopping. Okay. I shall go for shopping. I shall drive in bike half hour. അപ്പൊ അത് ബൈക്ക് ആയതുകൊണ്ട് റൈഡ് എന്ന് പറയാം. I shall ride my bike half an hour. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സമയമൊക്കെ വെച്ച് പറയട്ടെ. ഇത്ര മണിക്ക് I shall ride my bike at 12:30 PM. Yes. എന്റെ ഏറ്റവും മുമ്പിൽ ടുമാറോ ഉണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ 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 ഓക്കെ, That's all. Tomorrow. ഓക്കെ. അപ്പൊ അനൂപേ, കൺഗ്രാജുലേഷൻ. പറയാനുള്ള മനസ്സ് കാണിച്ചതിനും ധൈര്യം കാണിച്ചതിനുമാണ് അനൂപിനെ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ. അനൂപേ, ജീവിതത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. I want to secure an employment. I want to അങ്ങനെ I shall do something. ജീവിതത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെ I shall help the poor. അങ്ങനെ ജീവിതത്തിൽ ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ I shall വെച്ച് പറഞ്ഞതാണ്. I want only acting for film. I will act in film. I shall act in film. Okay, ഞാൻ സിനിമയിൽ അഭിനയിക്കും. നമുക്ക് തീരുമാനിക്കണം. I shall act in film. അപ്പൊ ഭാവിയിൽ ഇറങ്ങുന്ന സിനിമകളിൽ അനൂപിനെ ഞങ്ങൾ കാണാനായിട്ട് ഇടവരട്ടെ എന്നും അനൂപിന്റെ ഈ സ്വപ്നം സക്സസ്ഫുൾ ആവട്ടെ എന്നും ആശംസിക്കുന്നു. Thank you, sir. ഓക്കെ ഓക്കെ ഓക്കെ. അനൂപിന് ശേഷം പിന്നെ അറിയണം. യെസ്, അനൂപ് അത്ര നേരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഐഡിയ കിട്ടിയിട്ടാണോ?
നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. Sir, yes, sir. സൂര്യൻ എന്തുകൊണ്ട് വരാൻ വൈകുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ 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 ഓക്കെ. സാർ ഞായറാഴ്ച ചെയ്യാൻ പോണ കാര്യം പറയാമോ സാർ? എന്തോ ഞായറാഴ്ച ചെയ്യാൻ പോണ കാര്യങ്ങൾ പറയാമോ? നാളെ അല്ലാതെ മറ്റന്നാ ചെയ്യാൻ പോണ കാര്യങ്ങൾ പറയാമോ? ഐഷാൻ വന്നാൽ മതി. ഓക്കെ, അപ്പൊ സൂര്യക്ക് ശേഷം ബിനോയിലോട്ട് വരാം കേട്ടോ. ശരി. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ ബിനോയിനെ വിളിച്ചാണ്. ഞാൻ ഉണ്ടായിരുന്നു സാർ, പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ സൂര്യ, യു സ്റ്റാർട്ട്. Yes. Tomorrow I will get up at 5 o'clock. ഓക്കെ. I will clean my teeth. I will take a bath. ഓക്കെ I will go to temple. ഓക്കെ I will clean my house, ഓക്കെ and I will hear some painting classes. ഓക്കെ I will do some garden works. ഓക്കെ. ഐ വിൽ ഡു സം ഗാർഡൻ വർക്ക്സ്. ഓക്കെ. സ്റ്റൈലൊക്കെ ഐ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഗാർഡൻ വർക്ക്സ്. അല്ല, എന്റെ ബാക്കിയുള്ള അത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതിന്റെ ബാക്കിയുള്ള നാളെ പൂർത്തിയാക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോ, തെറ്റില്ല, പറഞ്ഞോ ഐശ്വര്യ. I will prepare veg items tomorrow. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു ഉള്ളിയും കൂടി ചേർക്കാം, ഓയിലുള്ളി. only veg items tomorrow. നാളെ വെജ് ഐറ്റംസ് മാത്രമേ ശരിയാക്കുള്ളൂ. Okay. Only. I will go to outing tomorrow. Okay. I will go for an outing. I shall go for an outing. Okay. Okay. That's all, sir. Okay okay okay. അപ്പൊ അത് നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. വാട്ട് ഈസ് നിങ്ങളുടെ ഇനിയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട്, അതിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിനി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ലെ, രാവിലെ ഒരു കുട്ടി പറഞ്ഞ ഐ വിൽ ഹെൽപ്പ് മൈ ഹസ്ബൻഡ് ടു കൺസ്ട്രക്ട് എ ന്യൂ ഹൗസ്. എന്റെ ലക്ഷ്യം അതാണ്. ഭർത്താവ് പുതിയ വീടുണ്ടാക്കുമ്പോൾ ഫിനാൻഷ്യലി സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സോ സോ ഐ വിൽ ഫൈൻഡ് ഔട്ട് എ ജോബ് ഓർ എ സെൽഫ് എംപ്ലോയ്മെന്റ്. അതുകൊണ്ട് ഞാനൊരു സ്വയം തൊഴിലോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഉടനെ കണ്ടെത്തും. അതുപോലെ ഞാനൊരു ഹിന്റ് ഇട്ടതാണ്. നിങ്ങൾ പറയാം, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഇന്ത്യ ചൂടന്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞ പോലെ ആ ഭാവിയിലേക്കുള്ള ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയാവുന്ന കാര്യങ്ങൾ. I shall got a better job. I shall get a better job. Okay. I shall become a rich woman. I shall become a rich woman. Okay. I shall help my parents and my husband and poor people. I shall help my parents, my husband, and my relatives and the poor people. Okay, very good. ഞാനെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ 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 ഓക്കെ. റെഡി? ഓക്കെ ഓക്കെ. ദാറ്റ് ഈസ് ഓൾ. ബിനോയ് ഇനി പോരും. ഉണ്ട് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാരി ഓൺ സാർ. അടുത്ത പറയാം സാർ. എന്തോ? അല്ല, ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം സാർ. ക്ലിയർ ആയിട്ടില്ല സാർ. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം സാർ. ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് സാർ. ഓക്കെ ഓക്കെ. കുറച്ച് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വേറെ ആരാണ്? Anybody? Sir. Yes. ആരാണ്? Megha. മേഘ പറഞ്ഞോളൂ. I will get up morning 5:30 a.m. ഓക്കെ 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 ഓക്കെ. അപ്പൊ നാളെ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ I will clean my house. Okay. And I will go to a marriage function. I will go, അല്ലെങ്കിൽ I will attend a marriage function. Okay. ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അതന്നെ ഉള്ളൂ നാളെ. അത്രേ ഉള്ളൂ അല്ലേ? ഈ ഞാൻ മറ്റു നേരത്തെ സൂര്യോട് ചോദിക്കുകയാണ്. ഫ്യൂച്ചർ, ഭാവിയില്, അത് നാളത്തെ കേസല്ല, ഭാവിയില് ഞാൻ ഇന്നത് ചെയ്യും, ഇന്നതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഒരു രീതിയിൽ
ഫ്യൂച്ചറിൽ ഇത് ചെയ്യുന്നത് പറയാമോ? I will find out a good job. I will find out a good job. Okay. I will become a classical dancer. That is my dream. Okay. I will become a reputed classical dancer. ഞാനൊരു പ്രശസ്ത ക്ലാസിക്കൽ ഡാൻസർ ആയിട്ട് മാറും. So let it be true. Successful. Thank you. Okay. അടുത്തത് റെഡി ആകുമ്പോൾ പറഞ്ഞു കേട്ടോ. യെസ്. നിങ്ങൾ ആദ്യം ഒന്ന് തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല. യെസ്. അടുത്തത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു മക്കളെ. സാർ. ബിനോയ്. യെസ്. യെസ്, ബിനോയ് വരും. ബിനോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് വരാൻ. ഓക്കെ ബിനോയ്, carry on. I will going for a shooting work on Sunday. Small shooting work. I will go for a shooting. Okay. Very good. അങ്ങനെ പറഞ്ഞത്. I will go for a shooting Sunday. Okay. I will wake up tomorrow morning and help my mother in the kitchen. Okay. Tomorrow morning I will wake up. അതിന് വേണമെങ്കിൽ ഒരു വാക്ക് വെച്ചാൽ ഞാൻ നേരത്തെ ചെയ്തത്. I will wake up early and I will help my mother. Okay. Then I will sing in tomorrow. I will Sing in tomorrow singing. morning. Singing. I will sing. Tomorrow morning. Okay. അപ്പൊ singing. I shall. will അല്ലെങ്കിൽ ഷാൽ കഴിഞ്ഞാൽ പെർഫെക്റ്റ് പ്രസന്റ് ആണ്. അപ്പൊ ഏജ് വേണ്ട. I shall sing tomorrow. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ I shall practice singing tomorrow. നാളെ ഞാൻ പാട്ടൊന്ന് പരിശീലിക്കും. I shall practice singing tomorrow. Okay. I will clean my house. I will clean my house. Okay. I will study for a TSC exam. Okay. Wait. I will study my for PSC examination നാളെ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇത് ഭംഗിയാക്കാം. I will complete my PSC exam preparation. I will complete the PSC exam preparation tomorrow. Okay. Yes. What is next? I will going for a cricket tournament on tomorrow. Okay. I will go for the cricket tournament tomorrow. Tomorrow. I will go for a cricket tournament also. Oh yes. Then Sunday I am going for a church. Once more. Sunday I am going for a church. Sunday I will go to church. ഇഞ്ചി വേണ്ട. എല്ലാത്തിനും പ്രശ്നം. Sunday I shall go to church. Okay. Then that's all, sir. That is all. Okay. Very good. കൊള്ളാം. ഇനി പിന്നെ ജീവിതത്തിന് ലക്ഷ്യം പറയും. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന I want to become a classical dancer. I want to secure a good job. ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ what you will do in future. അതാണ് മനസ്സിലുള്ള പ്ലാൻ. ഇന്നത് ചെയ്യും ഞാൻ എന്ന് തീരുമാനം. Okay. A well known actor, singer, actor, cricket player. Okay. I will become a famous singer and actor once. ഒരിക്കല് ഞാൻ വലിയ അറിയപ്പെടുന്ന ഒരു സിംഗറും ഒരു ആക്ടറും. I will become a famous singer and actor. Yes. Let it be true. Be successful in your career. ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടും നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ സംഭവിക്കട്ടെ. എല്ലാവരും. ഓക്കെ. Thank you, sir. Okay.
ഇനി ആരാണ് അടുത്തത്? ഒരാൾക്കും കൂടി ചാൻസ് തരാം. 1 more person. Yes, Rinsiyana. Yes, sir. Okay, continue, Rinsi. Tomorrow I will wake up in 5 o'clock Ah. and I will take a Okay, bath. okay. I will take the bath. Okay, Sirian. I will help my mother in cooking. And I will help my mother in cooking. Okay. I will wash my mother's scooter. I will wash my mother's scooter. ആരും പറയാത്ത കാര്യമുണ്ട്. നാളെ അമ്മയുടെ സ്കൂട്ടർ ഞാൻ വാഷ് ചെയ്ത് കൊടുക്കും. Okay. Then I shall take a break. ഒന്നുകൂടി പറഞ്ഞേ. I shall take a break from work. Then I shall take a break from my work. അപ്പൊ അത് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ഭംഗിയാക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ I shall take half hour break from my work. പിന്നെ അരമണിക്കൂർ വിശ്രമിക്കും. ഓക്കെ, അടുത്തത് പറഞ്ഞു. ശരിയാണ്. I want to go to park. I will go to park. Okay. And do some laundry. Okay, I will do some laundry work. Then I eat my breakfast. Then I will take my breakfast. Then I shall do some groceries. Okay. എല്ലാം I shall present tense of the verb പറഞ്ഞാൽ മതി. And that's all. That is all. Okay. ഇനി ധൈര്യമുള്ള ആരെങ്കിലും ഒരാളൊന്ന് വന്നേ, ഒരു ചോദ്യം കൂടി ചോദിക്കുക. സാർ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് സാർ. ശരി, ബിനോയ്ക്ക് ആഗ്രഹമില്ല, പറഞ്ഞു ബിനോയ്. സാർ എനിക്ക് ഈ സീരിയലിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. അതെ, അതൊരു ആഗ്രഹമുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ശരി. പിന്നെ സാർ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഞായറാഴ്ച ഷൂട്ടിംഗ് വർക്കൗട്ടുണ്ട്. അപ്പൊ അത് സീരിയലിലല്ല, ഞാൻ ഇതേപോലെ എന്തെങ്കിലും എനിക്ക് ഈ മൊബൈൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് നല്ല സ്ഥലങ്ങൾ നോക്കി ഷൂട്ട് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഷൂട്ടിംഗ് വർക്കുണ്ടെന്ന് പറഞ്ഞത്. ഞാനത് കേട്ടപ്പോഴേ സൺഡേ ഐ ഷാൽ ഗോ ഫോർ എ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞത് സത്യസന്ധമായി എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിന്റെ ഷൂട്ടിംഗ് ആയിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അതന്നെ സാർ, അതായത് നല്ല ഗ്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്, അതായത് ഈ മലയും പിന്നെ അതുപോലെ തന്നെ കായലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൺസെറ്റ് അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ മൊബൈൽ സ്റ്റാൻഡൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല പോകാൻ വേണ്ടി. അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ശരി, വെരി ഗുഡ്. അപ്പൊ എല്ലാം സക്സസ് ആവും ബിനോയ്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മള് സക്സസ്ഫുൾ ആവും. ഞാനിപ്പോ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇല്ല. എന്നാലും ഞാൻ പറയണം, ആരൊക്കെ ധൈര്യമുള്ള ഒരാളുകൾ മുന്നോട്ട് വരും. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഒരു മറുപടി. യെസ്, ബിനോയ്. ഓക്കെ ബിനോയ്, ചോദ്യം ഇതാണ്. ഇത് ഒരു സിവിൽ സർവീസിന് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചു, ജോലിയിൽ നിങ്ങൾ ടെസ്റ്റ് പാസ്സായി, അത് കഴിഞ്ഞ ശേഷം ഇന്റർവ്യൂവിനെ ഉപയോഗിക്കും. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എന്നെ ചോദ്യങ്ങൾ ചോദിച്ചു, കൃത്യമായി നിങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടി വർദ്ധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്: വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? നിങ്ങൾ അവസാനമായി കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? പറയാമോ? കരഞ്ഞ ദിവസം എന്തോ കരഞ്ഞ ദിവസമാണോ സാർ? കരഞ്ഞ ദിവസം അത് തന്നെ കരഞ്ഞത്. ഓക്കെ. ദ ലാസ്റ്റ് ഡേ, വെൻ വാസ് ദ ഡേ ദാറ്റ് യു ക്രൈഡ്? ഏറ്റവും അവസാനമായി നിങ്ങൾ കരഞ്ഞ ദിവസം. ഇത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഐ ക്രൈഡ് വെൻ മൈ റിസൾട്ട് പബ്ലിഷ്ഡ്. എന്റെ പരീക്ഷ റിസൾട്ട് പബ്ലിഷ് ചെയ്തതാണ് ഞാൻ അവസാനമായി കരഞ്ഞത്. ഇനി അത് പറയണ്ട, അതാ കുട്ടി സത്യസന്ധമായിട്ട് പറഞ്ഞത്. ബിനോയിനോട് ചോദിക്കുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി വേണം. അപ്പൊ ഞാൻ ഈ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ലാസ്റ്റ് കരഞ്ഞത് എന്താണ്? എന്നിട്ട് അത് ഇംഗ്ലീഷിൽ പറയും. ബിനോയ് പറയും, എന്താണ് ബിനോയ് അവസാനമായി കരഞ്ഞത്? സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുള്ളത് പ്ലസ് നമുക്ക് ഉത്തരം പറയാൻ കിട്ടുന്നത് സെക്കൻഡുകളാണ്. അപ്പൊ ആ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കൊരു ലോജിക്കായ ആൻസർ പറയണം. ഓക്കെ, നമുക്ക് ആക്ച്വലി പറയണ്ട, ഒരു മറുപടി. ഓക്കെ,
ചോദിച്ചാണ് തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു മറുപടി. That is all. പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് കരഞ്ഞത് സാർ. അവർക്ക് അതിനുശേഷം പ്ലസ് ടുവിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് കരഞ്ഞത് സാർ. എക്സാം മാർക്ക് പറഞ്ഞു തരുമായിരുന്നു. അതെ, ഒരു പതർച്ച പോലെ ക്ലിയർ കുറവ്. ഓക്കെ, ഇങ്ങോട്ട് പറഞ്ഞു. ഹലോ, പറഞ്ഞു ഒന്നുകൂടി പറയൂ, ഇത് സാവകാശം പറയും. പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് കരഞ്ഞത് സാർ ലാസ്റ്റ് ആയിട്ട്. പിന്നെ അതിനുശേഷം അങ്ങനെ കരഞ്ഞിട്ടില്ല. ശരി, അപ്പൊ അത് തന്നെ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞാൽ മതി. The plus two studying going for I'm crying. അല്ലെങ്കിലാണ് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോഴാണ്. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോ അപ്പൊ അത് പറഞ്ഞാൽ മതി. ഐ ക്രൈഡ് വെൻ ദ പ്ലസ് ടു റിസൾട്ട്, വെൻ മൈ പ്ലസ് ടു റിസൾട്ട് വാസ് പബ്ലിഷ്ഡ്. എന്റെ പ്ലസ് ടു റിസൾട്ട് ഡിക്ലെയർ ചെയ്ത അന്നാണ് ഞാൻ കരഞ്ഞത്. ഓക്കെ, ഇനി ആർക്ക് പറയാം? ഇപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ വായിക്കോട് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ ഇംഗ്ലീഷില്. വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് കരഞ്ഞ ദിവസം ഇംഗ്ലീഷില്. കാലത്തൊരു കുട്ടി പറഞ്ഞു, ഞാൻ കരഞ്ഞത് എന്റെ പട്ടി ചത്തപ്പോഴാണ് എന്ന് പറഞ്ഞു. വീട്ടിലെ പട്ടി ചത്തപ്പോഴാണ് ഞാൻ കരഞ്ഞത് ഏറ്റവും അവസാനമായിട്ട്. When my pet died. Yes, you find out an answer. എവിടെ ഒരാള് വാ, ആരെങ്കിലും ഒരാള് ധൈര്യമായിട്ട്. അനൂപ്, ആർ യു റെഡി? What, sir? When was the last day that you cried? ഇവിടെ മഴ സാറേ, കേൾക്കുന്നില്ല. അതെ, ഏറ്റവും അവസാനമായിട്ട് അനൂപ് കരഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ പറയാം. കരഞ്ഞ ദിവസം? അതെ, കരഞ്ഞ ദിവസം. കരഞ്ഞ ദിവസം എന്ന് പറഞ്ഞപ്പോ തന്നെ അനൂപ് പോയി. ഇത് ആലോചിക്കുക. ഓക്കെ, ആലോചിക്കാറ്. യെസ്, അത് തുടക്കം എങ്ങനെയാ സാർ? അതിന്റെ എങ്ങനെയാ ആഡ് ചെയ്യണ്ടേ അതിന്റെ ഇടയ്ക്ക്? എന്തോ ഇപ്പൊ സാറ് എന്ന് പറഞ്ഞില്ലേ ഞാൻ അവസാനമായിട്ട് കരഞ്ഞ ദിവസം എന്ന്? അല്ല, ഇടയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ഉണ്ടല്ലോ? ഇടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, കണക്ഷൻ വേർഡ്. അതെന്തുവാ? ആ കണക്ഷൻ വേർഡായിട്ട് നമുക്ക് പറയാം, ഒരു ഇൻസിഡന്റ് പറയാം. ഒരു പക്ഷേ എന്റെ ബന്ധുവായിട്ട് ഇന്നൊരാൾ മരിച്ച ദിവസമാണ് ഞാൻ അവസാനമായി കരഞ്ഞത്. അല്ലെങ്കിൽ വീട്ടിലെ ഒരു പെറ്റായിട്ടുള്ള ഒരു ഡോഗ് അത് ഡെഡായ ദിവസമാണ് ഞാൻ കരഞ്ഞത്. അതുമല്ലെങ്കിൽ എന്റെ പ്ലസ് ടു റിസൾട്ട്, ഡിഗ്രി റിസൾട്ട് പ്രഖ്യാപിച്ച അന്നാണ് ഞാൻ കരഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുപാട് പരാജയങ്ങളും ദുഃഖങ്ങളും നമ്മൾ അഭിമുഖീകരിച്ച ദിവസങ്ങൾ ഉണ്ടാവില്ലേ? അതൊന്നും വിഷയം പറയാതെ. ഇതൊരു സിവിൽ സർവീസിൽ ചോദ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളും ആ ലെവലൊക്കെ ഉള്ള കുട്ടികളെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചാണ്. യെസ്, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. മനസ്സിൽ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം ലാസ്റ്റ് ഡേ. പിന്നെ അതിന്റെ റീസൺ. അപ്പൊ ഒരു 2-3 സെന്റൻസ് പറയാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് നമുക്ക് എന്തായിരുന്നു ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ. Next time we can meet. Thank you, sir. Okay. Thank you, sir. Okay.
Thank you.